കേരളത്തിലെ നസ്രാണികൾക്കിടയിൽ തനത് പരമ്പരാഗത ഭക്താനുഷ്ഠാനമായ പിണ്ടികുത്തി തിരുനാളിന് തുടക്കമായി. മാർത്തോമ ക്രൈസ്തവർക്കിടയിൽ നടക്കുന്ന ഈ ആചാരം മധ്യ കേരളത്തിൽ പിണ്ടികുത്തി തിരുനാളെന്നും തെക്ക് ഭാഗത്ത് രാക്കുളി തിരുനാളെന്നും അറിയപ്പെടുന്നു. ജനുവരി 5-ന് വൈകിട്ട് തുടങ്ങുന്ന തിരുനാൾ ജനുവരി 7 വരെ നീണ്ടുനിൽക്കും. ക്രിസ്തുമസ് കഴിഞ്ഞ 13-ാം ദിവസം വൈകിട്ട് പിണ്ടികുത്തി പിണ്ടി തെളിയിച്ച് 6-ാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും 7-ാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ 4 തവണ പിണ്ടി തെളിയിക്കുന്ന ആചാരം പരമ്പരാഗത ക്രിസ്തീയ കുടുംബങ്ങളിലുണ്ട്. കേരളത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറിയ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാചാരമായി പിണ്ടി പെരുന്നാളിനെ കാണാം. ദീപങ്ങളുടെയും അത് പരത്തുന്ന പ്രകാശത്തിന്റെയും തിരുനാളായാണ് പിണ്ടിക്കുത്തി തിരുനാൾ പൊതുവിൽ അറിയപ്പെടുന്നത്. ജനുവരി 5-ാം തീയതി ഉച്ചതിരിയുമ്പോൾ തന്നെ വാഴപ്പിണ്ടി അതിന്റെ പുറംപോളകൾ നീക്കി ഭംഗിയാക്കിയ ശേഷം പള്ളിമുറ്റത്തും സന്യാസഭവനങ്ങളിലും വീട്ടുമുറ്റത്തും കുത്തി വർണ്ണക്കടലാസുകളും തെങ്ങോലകളും കൊണ്ട് വർണ്ണാഭമാക്കുന്നു. പിന്നീട് വൈകിട്ട് മൺചിരാതുകളും തിരികളും സജ്ജീകരിച്ച് ദീപാലങ്കാരം നടത്തും. കത്തോലിക്ക കുടുംബങ്ങളിലെ വൈകിട്ട് ഭക്തിയോടെ അർപ്പിക്കപ്പെടുന്ന കുടുംബ പ്രാർത്ഥനയോട് ചേർന്നും പള്ളികളിൽ റംസാ പ്രാർത്ഥനയോടും ചേർന്ന് വളരെ ആഘോഷമായി തന്നെയാണ് പരമ്പരാഗതമായി പിണ്ടി തെളിയിക്കൽ നടത്താറ്. കത്തീഡ്രൽ ദേവാലയങ്ങളിൽ ബിഷപ്പുമാരും പള്ളികളിൽ വൈദികരും കുടുംബങ്ങളിൽ കുടുംബനാഥനും തിരി തെളിയിക്കുന്നതിന് കാർമ്മികത്വം വഹിക്കും. കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രദക്ഷിണഗീതം ആലപിച്ചുകൊണ്ട് പിണ്ടിയിലുള്ള ബാക്കി തിരികളും പരിസരങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന മറ്റു ദീപങ്ങളും കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തെളിയിക്കും. 6-ാം തീയതി പുലർച്ചെയും അന്ന് വൈകിട്ടും 7-ാം തീയതി പുലർച്ചെയും ഉൾപ്പെടെ ആകെ 4 തവണ പിണ്ടി തെളിയിക്കും. മിശിഹ ലോകത്തിന്റെ പ്രകാശമാകുന്നുവെന്ന് ഭാരത സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഘോഷിക്കുന്നതാണ് പിണ്ടി പെരുന്നാൾ. ദൈവശാസ്ത്രപരമായി ഈശോ മിശിഹ സ്നാപക യോഹന്നാനിൽ നിന്ന് അനുതാപത്തിന്റെ മാമോദിസ സ്വീകരിച്ച ദനഹ തിരുനാളിന്റെ പാരമ്പര്യ ആചരണമാണ് പ്രത്യക്ഷീകരണ തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്ന പിണ്ടിക്കുത്തി തിരുനാൾ. ചിലയിടങ്ങളിൽ ഈ തിരുനാളാഘോഷം രാക്കുളി പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവർ ഈ തിരുനാളിനെ പിണ്ടിക്കുത്തി പെരുന്നാൾ എന്നാണ് വിളിച്ചിരുന്നത്. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തിരുനാളിന് വൈകിട്ട് വാഴപ്പിണ്ടിയിൽ എണ്ണവിളക്കുകൾ കത്തിച്ച് മാർത്തോമ ക്രിസ്ത്യാനികൾ വീടിന് ചുറ്റും വയ്ക്കുമായിരുന്നു. പലയിടത്തും പുൽക്കോടും ക്രിസ്മസ് നക്ഷത്രവും അഴിച്ചുവെക്കുന്ന ദിവസം കൂടിയാണിത്. മധ്യ കേരളത്തിൽ വളരെ വിശാലമായി ഈ തിരുനാൾ ആചരിക്കുന്ന പതിവ് ഇന്നും നിലവിലുണ്ട്. ലോകത്തിന്റെ പ്രകാശമായി തീർന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അവസരമായാണ് പിണ്ടിക്കുത്തി തിരുനാളിനെ മാർത്തോമ ക്രിസ്ത്യാനികൾ നോക്കിക്കാണുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.